തിരക്കിലാണോ? അല്ല, എന്താ അബി? എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടായിരുന്നു. എന്തിനാ മുഖവരൊക്കെ? ഈ കാര്യം പറ. നിനക്കിതെന്തിന്റെ കേടാ ആദർശേ? അബി, നീ കാര്യം എന്താന്ന് വ്യക്തമായിട്ട് പറ. അല്ല, നീ ആ ഓഫീസിലെ പെണ്ണിനെ വിവാഹം കഴിക്കാൻ പോകുന്നെന്ന് അമ്മ പറഞ്ഞല്ലോ. അത് അമ്മയുടെ തീരുമാനമാ. അതെ, അതെനിക്കറിയാം. നീ അതിന് തയ്യാറാണോ എന്നാ ഞാൻ ചോദിച്ചത്. എന്റെ ആദർശേ, അമ്മയ്ക്ക് എങ്ങനെയെങ്കിലും 6 മാസത്തിന് മുമ്പ് നിന്റെ വിവാഹം നടത്തണമെന്ന് മാത്രമേ ഉള്ളൂ. നീ ചുമ്മാ ഇതിന് നിന്ന് കൊടുക്കരുത്. ഞാനതിന് തീരുമാനമൊന്നും പറഞ്ഞിട്ടില്ല. നിന്നോടുള്ള സ്നേഹം കൊണ്ട് പറയോ, നീ ഈ വിവാഹത്തിന് സമ്മതിക്കരുത്. അതെന്താ? നിനക്ക് ഏതെങ്കിലും വലിയ കുടുംബത്തിൽ നിന്ന് വലിയ സ്ത്രീധനം വാങ്ങി കല്യാണം കഴിക്കുന്നതാ നല്ലത്. വിസ്മയുടെ കാര്യം വന്നപ്പോ നീ ഇങ്ങനൊന്നും ആയിരുന്നല്ലോ പറഞ്ഞത്. അത് ശരിയാ, അതെനിക്കൊരു തെറ്റ് പറ്റിയതാ. ആ അനുഭവം ഉണ്ടായതുകൊണ്ടാ ഇപ്പൊ കൂടുതൽ ആലോചിച്ചത്. അപ്പൊ തോന്നി നമുക്കൊപ്പം സ്റ്റാറ്റസ് ഉള്ള വിവാഹം തന്നെയാ നല്ലതെന്ന്. സ്ത്രീധനത്തിന്റെ കനവും തൂക്കം നോക്കി വിവാഹം കഴിക്കാനും വിവാഹം ഒരു കച്ചവടമാക്കാനും എനിക്ക് യാതൊരു താല്പര്യവുമില്ല. അല്ലെങ്കിൽ തന്നെ എന്തിന്? ആവശ്യത്തിൽ കൂടുതൽ നമുക്കുണ്ട്. പിന്നെ സ്ത്രീധനമായിട്ട് വാങ്ങേണ്ട കാര്യമുണ്ടോ? അപ്പൊ നീ ആ പെണ്ണിനെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചോ? അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. ഞാൻ വിവാഹത്തിൽ നിന്ന് പിന്മാറിയാലും അതിന്റെ കാരണം ഒരിക്കലും സ്ത്രീധനമായിരിക്കില്ല. സ്ത്രീ തന്നെ ധനമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അത് ഞാനും സമ്മതിക്കുന്നു. എന്നാലും നമ്മുടെ ഓഫീസിൽ ജോലി ചെയ്ത പെൺകുട്ടിയാണ് നിന്റെ വധു എന്ന് ആളുകളോട് എങ്ങനെ പറയും? അതെന്താ, ദേവാ ബിൽഡേഴ്സ് അത്രയ്ക്ക് മോശമാണോ? സത്യത്തിൽ നിന്റെ പ്രോബ്ലം എന്താ ബി? നിനക്ക് മീരോട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നിന്റെ നന്മയെ കരുതിയ ഞാൻ ഓരോന്ന് പറയുന്നത്. എന്റെ നന്മയെ കരുതി നീ കൊണ്ടുവന്ന വിസ്മയമായിട്ടുള്ള വിവാഹം നടന്നിരുന്നെങ്കിലുള്ള അവസ്ഥയെക്കുറിച്ച് നീ ഒന്ന് ചിന്തിച്ചു നോക്കി. അത്രത്തോളം വരുമോ ഓഫീസ് സ്റ്റാഫിനെ കിട്ടിയ? എനിക്കൊരു തെറ്റുപറ്റി പോയിന്ന് കരുതി എനിക്കൊരു കാര്യത്തിൽ അഭിപ്രായം പറയാൻ പാടില്ലെന്നുണ്ടോ? അങ്ങനെ ആരും പറഞ്ഞില്ല. നിനക്ക് എന്നോട് എന്തും പറയാം. പക്ഷേ അതിലെന്തെങ്കിലും കാര്യം ഉണ്ടാവണമെന്നേ ഉള്ളൂ. നിന്റെ നന്മയെ കരുതിയ ഞാനിത് പറയാൻ വന്നത്. അത് മനസ്സിലാക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ നീ എന്തെങ്കിലും ചെയ്യ്. ഹലോ സർ. മീര തിരക്കിലാണോ? അല്ല സർ, പറഞ്ഞോളൂ. നാളെ ക്ഷേത്രം പുതുക്കി പണിയുന്നതിന്റെ തുടക്ക ജോലികൾ ആരംഭിക്കുക. അച്ഛൻ പറഞ്ഞിരുന്നു. ആണോ? ഓക്കെ. മീര നാളെ ക്ഷേത്രത്തിലേക്ക് വരുന്നുണ്ടോ? നാളെ അച്ഛനും അമ്മാവനും തഞ്ചാവൂർക്ക് പോയിരിക്കുക വിഗ്രഹം ഓർഡർ കൊടുക്കാൻ. അതുകൊണ്ട് ഞാൻ വരുന്ന കാര്യത്തിൽ ഉറപ്പില്ല. മീരയ്ക്ക് വരാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ വന്ന് പിക്ക് ചെയ്യാം. അയ്യോ വേണ്ട സർ. സാർ വെറുതെ അതിനൊന്നും ബുദ്ധിമുട്ടണ്ട. ഏയ്, എനിക്കിതിൽ ബുദ്ധിമുട്ടൊന്നുമില്ല മീര. അവിടെ വരെ വന്ന് തന്നെ ഒന്ന് പിക്ക് ചെയ്യുന്നില്ലേ? എന്താ ഇത്ര ബുദ്ധിമുട്ട്? ഞാൻ നോക്കട്ടെ സർ. പറ്റുവാണെങ്കിൽ ഞാൻ കൃഷ്ണപുരത്തേക്ക് വന്നോളാം. തൻ്റെ അച്ഛനും അമ്മാവനും ഇല്ലാത്ത സ്ഥിതിക്ക് അവിടുത്തെ കാര്യങ്ങൾ മീരയെങ്കിലും വന്നൊന്ന് നോക്കേണ്ടതാണ്. ഞാനൊന്ന് അച്ഛനോട് ചോദിക്കട്ടെ, അത് കഴിഞ്ഞ് ഞാൻ പറയാം സർ. ശരി, ഇനിയല്ല മീരയുടെ ഇഷ്ടം. ശരി, ഓക്കെ. ധന്യെ, ഞങ്ങൾ ചെന്ന് അവരോട് സംസാരിച്ച് അവർ കാണിക്കുന്ന വിഗ്രഹത്തിന്റെ മോഡൽ സെലക്ട് ചെയ്ത് അപ്പം തന്നെ തിരിച്ചു പോരും. ഒരു ദിവസത്തേക്ക് എന്തിനാ ഇത്രയും ഡ്രസ്സൊക്കെ എടുത്തു വെക്കുന്നേ? ഒരു ദിവസമൊന്നും അല്ല. ഇന്ന് രാത്രി പോയാ നാളെ വൈകിട്ടോ രാത്രിയിലോ അവിടെ എത്തുള്ളൂ. പിന്നെ പിറ്റേന്ന് കാലത്തല്ലേ അവരെ കാണുള്ളൂ. അതെ, ഉച്ചയ്ക്ക് ശേഷം തിരിച്ചു പോന്നാൽ പിറ്റേന്ന് വെളുപ്പിനിങ് എത്തില്ലേ? കണ്ടോ, ഇപ്പൊ തന്നെ 3 പ്രാവശ്യം ഡ്രസ്സ് മാറേണ്ട സമയമായില്ലേ? ഓ, പണ്ടായിരുന്നെങ്കിൽ ഞാൻ ചെറിയ കവറിൽ ഒരു ടൂത്ത് ബ്രഷും തോർത്തും എടുത്തു വെച്ചിട്ട് പോയിട്ട് വന്നേനെ. ഇതപ്പോൾ ഈ ബാഗൊക്കെ പിടിച്ചു പോകുന്ന ഒരു ആർഭാടമായിട്ട് എനിക്ക് തോന്നുന്നു.
പണ്ടത്തെ കാര്യങ്ങളൊക്കെ എന്തിനാ ഇപ്പൊ പറയുന്നത്? ഇപ്പോഴത്തെ അവസ്ഥ എന്താണോ അത് മാത്രം ആലോചിച്ച പോരെ? ആയിക്കോട്ടെ. അതെ, ഈ യാത്രയുടെ കാര്യം നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ നമുക്ക് എല്ലാവർക്കും കൂടി ഒരു ടൂറായിട്ട് അങ്ങ് പോവായിരുന്നു. തഞ്ചാവൂർ ക്ഷേത്രമൊക്കെ കാണണമെന്ന് എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. ഇതിപ്പോ പെട്ടെന്ന് തീരുമാനിച്ച ഒരു ആവശ്യത്തിന് വേണ്ടി പോകുന്നില്ലേ? ഇപ്പൊ എല്ലാത്തിനും കൂടെ സമയം കിട്ടും. വിചാരിച്ച എല്ലാം നടക്കും. അങ്ങനല്ല, ടൂറായിട്ട് പോകുമ്പോ ട്രിച്ചിയും ശ്രീരംഗവും തഞ്ചാവൂരും കൂടി കവർ ചെയ്ത് മധുര വഴി തിരിച്ചു വരുന്ന രീതിയിൽ പ്ലാൻ ചെയ്തു പോകാം. ഓ, ഇതൊക്കെ പറച്ചിലിന് മാത്രമേ ഉള്ളൂ. പക്ഷെ പോക്കും വരവൊന്നും ഉണ്ടാവില്ലെന്നേ ഉള്ളൂ. ഇല്ല, ഇപ്രാവശ്യം നമുക്ക് പോകാം. അമ്മയ്ക്കും ചിദംബരം തൊട്ടെല്ലാം കാണണമെന്ന് പറഞ്ഞിരിക്കുക. ഓ, അപ്പൊ ഞാൻ പറഞ്ഞതിന്റെ അല്ല, അമ്മ പറഞ്ഞതിന്റെയാ ഈ ടൂർ പോക്കല്ലേ? അയ്യോ, അങ്ങനല്ല. ഇപ്പൊ നീ പറഞ്ഞതും പണ്ട് അമ്മ പറഞ്ഞതെല്ലാം കൂടെ മിക്സ് ചെയ്ത് പോകാന്നാ ഞാൻ ഉദ്ദേശിച്ചേ. ശരി, എന്തെങ്കിലും ആവട്ടെ. ഒരു വഴിക്ക് ഇറങ്ങാൻ പോകുന്നതുകൊണ്ട് ഞാൻ വഴക്കുണ്ടാക്കുന്നില്ല. പോയിട്ട് വാ, എന്നിട്ട് ഞാൻ മറുപടി പറയാം. ഈ സിബൂടെ വിളിച്ച മതി മതി, വാ. തിരുനടയിൽ നിന്നും ഭഗവാനെ തൊഴണമെന്ന് മുത്തശ്ശി ഒരുപാട് ആഗ്രഹിച്ചതാ. പുതിയ വിഗ്രഹം പ്രതിഷ്ഠിച്ചിട്ടാണെങ്കിലും ആ ആഗ്രഹം സാധിക്കട്ടെ. പഴയ വിഗ്രഹം നഷ്ടപ്പെട്ട കാര്യം കോടതിയിൽ നിന്ന് അറിഞ്ഞപ്പോഴേ എന്റെ മോക്ക് വയ്യാതായതാ. ഇനി ഇതിനും എന്തെങ്കിലും സംഭവിച്ചാൽ അവൾക്കത് സഹിക്കില്ല. ഈശ്വരന്റെ വഴികൾ മനസ്സിലാക്കാതെ ദുഃഖിക്കുന്നത് മൂഢമായ മനസ്സാണ്. ഭക്തരുടെ നന്മയാണ് ഭഗവാന്റെ ലക്ഷ്യം. അവർക്ക് വേണ്ടത് എന്താണെന്നും അത് ലഭിക്കേണ്ടത് എങ്ങനെയാണെന്നും ഭഗവാന് മാത്രമേ അറിയൂ. സമയവും സന്ദർഭവും സമാഗതമാകുമ്പോൾ അത് സംഭവിച്ചിരിക്കും. മീര തിങ്കൾ മുതൽ വെള്ളി വരെ രാത്രി 7:30.